പിന്നെ ഈ പറയുന്ന S-400 എന്ന് പറയുന്ന മിസൈൽ സംവിധാനത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അതായത് 128 മിസൈലുകളാണുള്ളത്. 2 മിസൈൽ ബാറ്ററി അതിനായിട്ടുണ്ട്. 2 മിസൈൽ ബാറ്ററികളിലായിട്ട് 128 മിസൈലുകളാണുള്ളത്. 120, 200, 250, 350 കിലോമീറ്റർ ഇൻ്റർസെപ്റ്റർ ശേഷി ഇതിനുണ്ട്. അവിടെയല്ല ഇത്രയും ദൂരത്തിലുള്ള ഒരു 380 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുള്ള എന്തിനേയും ഏത് വ്യോമാക്രമണത്തിനെ ചെറുക്കാനായിട്ട് ഒരു യൂണിറ്റ് കൊണ്ടുവച്ചാൽ അവിടെ സാധിക്കുമെന്നുള്ളതാണ്. റഡാറുകൾ, ഓൾ ടെറൈൻ ട്രാൻസ്പോർട്ടേഷൻ, എറക്റ്റ് വാഹനങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിലുള്ളത്. അതായത് ഈ പറയുന്ന ഏത് സാഹചര്യത്തിൽ ഏത് ടെറൈനിലേക്കും ഭൂപ്രകൃതിയിലേക്ക് ഇതിനെ കടന്നു ചെല്ലാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചൈനയെ പാകിസ്ഥാനെ നേരിടുന്നതിന് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകൾ, കിഴക്കൻ മേഖലകൾ, ഇങ്ങനെ 3 സ്ക്വാഡ്രണുകളാണ് ഇന്ത്യ വിന്യസിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 4ാമത്തെ സ്ക്വാഡ്രൺ അടുത്ത വർഷവും 5ാമത്തെ 2027 ഇന്ത്യക്ക് ലഭിച്ചേക്കുമെന്നും വിവരം വരുന്നുണ്ട്. DRDO പ്രോജക്റ്റ് കുഷയ്ക്ക് കീഴിൽ 350 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനവും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 21,700 കോടി രൂപ ചെലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 5 സ്ക്വാഡ്രണുകളായിരിക്കും DRDO തയ്യാറാക്കുക എന്നാണ് വിവരം. 2028-2029 ഈ സംവിധാനം പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് എന്നുള്ളതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എങ്കിലും നമ്മൾ S-400 പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ. അതോടൊപ്പം തന്നെ S-500 എന്ന് പറയുന്ന അടുത്തൊരു വിഭാഗം കൂടി ഇതിനോടൊപ്പം നിർമ്മിക്കാനായിട്ടുള്ള എല്ലാ നീക്കവും നടക്കുന്നുണ്ട്. നമ്മൾ റഷ്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ പറയുന്ന ബ്രഹ്മോസിൻ്റെ എൻജിൻ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു മിസൈൽ, അതായത് നമ്മുടെ ബ്രഹ്മോസിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനുകൾ കൂടി നമ്മൾ ഉടനെ നിർമ്മിക്കുന്നുണ്ട്. റഷ്യയുമായിട്ട് സഹകരിച്ച് തന്നെയാണ് അതും നിർമ്മിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആകാശ് മിസൈൽ എന്ന് പറയുന്ന ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അതിൻ്റെയും നെക്സ്റ്റ് ജനറേഷൻ വരുന്നുണ്ട്. കുറച്ചുകൂടി ദൂരം വർദ്ധിപ്പിക്കാനും ആക്രമണത്തിൻ്റെ രീതി മാറ്റാനും പ്രഹരശേഷി കൂട്ടാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഈ 4D എന്ന് പറയുന്ന ഒരു ഡ്രോൺ പ്രതിരോധ സംവിധാനമുണ്ട്. അതും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലേസർ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഡ്രോണുകളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 6ാം തലമുറ വിമാനങ്ങൾ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്കൊക്കെ കടക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ഇനി മുതൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ സ്വയം പര്യാപ്തമായി സ്വന്തമായി തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.